ഒരു പാവയ്ക്ക കറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് പാവയ്ക്ക കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഒട്ടും കയ്പില്ലാത്ത രീതിയിലാണ് ഈ പാവയ്ക്ക കറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പാവയ്ക്ക കറി കയ്പാണെന്നും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നവർ ഒരുപാടുണ്ട്. പാവയ്ക്കയ്ക്ക് കയ്പാണെന്നും പറഞ്ഞിട്ട്. പാവയ്ക്കയ്ക്ക് കയ്പ് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ പാവയ്ക്കയ്ക്ക് കയ്പെല്ലാം മാറി കിട്ടും. നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് ഞാനിവിടെ റെഡിയാക്കിയുള്ളത്. ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ തന്നെ. ചോറിലേക്കൊക്കെ നല്ല മാച്ചായിട്ടുള്ള ഒരു കറിയാണ്. വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ 2 പാവയ്ക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നീളത്തിലോ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് തിന്നാക്കിയിട്ട് മുറിച്ചെടുക്കാതെ കുറച്ചൊരു കട്ടിക്ക് വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വറുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത് വരുമ്പോഴത്തേന് ഒത്തിരി തിന്നാണെങ്കിൽ അങ്ങോട്ട് പൊടിഞ്ഞങ്ങ് പോകും. അപ്പോൾ കുറച്ചൊരു കട്ടിക്ക് മുറിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് 2 വലിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ കറിയിലോട്ട് പുളി കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ കുറച്ചധികം പുളി വെള്ളത്തിലിട്ട് വെക്കണം. സ്റ്റവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് വേറെ വറവൊന്നും ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഇതിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി അരിഞ്ഞു വെച്ച പാവയ്ക്കെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് നല്ല പോലെ ഒന്ന് വഴന്നു വരണം. എങ്കിലേ ഇതിൻ്റെ കയ്പൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് അത്യാവശ്യം നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് മുളക് പൊടിയുടെ കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണും കൂടി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മുളക് പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇത് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ബാക്കി പുളി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക പൊടിയാത്ത വിധത്തിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തിളച്ച് വരണം. നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം പുളി നോക്കിയിട്ട് പുളി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒത്തിരി അങ്ങോട്ട് വേവൊന്നുമില്ല. ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനെ വെന്ത് റെഡിയായി വരും. അത് ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുളി നോക്കാം, ഉപ്പ് നോക്കാം. ഈ സമയത്ത് അതുപോലെ വെന്തിട്ടുണ്ടോ നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകാത്ത പരുവമായിരിക്കണം. ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി ഇത് മുന്നിൽ നിൽക്കണമെങ്കിൽ ഇതിൻ്റെ കയ്പ് നല്ല പോലെ മാറത്തുള്ളൂ. അതേപോലെ തന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കണം. പാവയ്ക്കയുടെ കയ്പൊന്ന് മാറി കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോലെ പുളി ചേർക്കണം. അതേപോലെ ഉപ്പിൻ്റെ അളവും കുറഞ്ഞു കഴിഞ്ഞാലും പാവയ്ക്ക കറിക്ക് നല്ല പോലെ കയ്പുണ്ടാവും. അപ്പോൾ ഉപ്പും പുളിയാണ് ഇതിൽ മെയിൻ വേണ്ടത്. അപ്പോൾ പാവയ്ക്ക കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് പുളി അത്യാവശ്യം നല്ല പോലെ ചേർത്ത് കൊടുക്കുക. പുളിയാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ പാവയ്ക്ക കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.
അതേപോലെ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം അതിൽ പാവയ്ക്കെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പാവയ്ക്ക നല്ല പോലെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ പാവയ്ക്ക കറി ഉണ്ടാക്കുമ്പോൾ അധികം വേവ് വരുന്നില്ല. അത്യാവശ്യം വഴന്ന് വരുമ്പോൾ തന്നെ വേവായി വരുന്നുണ്ട്. അതുകൊണ്ട് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കറി റെഡിയായി കിട്ടും. ചോറിലേക്കൊക്കെ നല്ല മാച്ചായിട്ടുള്ളൊരു കറിയാണിത്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. കയ്പില്ലാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്പില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുവിധം എല്ലാവരും പാവയ്ക്ക കറി ഇഷ്ടപ്പെടുന്നവരാണ്. അതേപോലെ പാവയ്ക്ക തോരനൊക്കെ കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. കയ്പുണ്ടെങ്കിലും കഴിക്കുന്നവരും ഉണ്ട്. ഇനിയിപ്പോൾ കയ്പ് ഉണ്ടായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നവർ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരും കഴിച്ചു പോകും. അത്രയും നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.